ഹായ് ഫ്രണ്ട്സ്, രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ തലേ ദിവസം കറണ്ടൊന്നും ഇല്ല കേട്ടോ, ഇതുവരെയായിട്ടും കറണ്ടൊന്നും വന്നിട്ടില്ലേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഒന്നും ശരിയാക്കി വെച്ചില്ല, മാവൊന്നും ശരിയാക്കി വെച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ബ്രെഡും മുട്ടയും ആക്കാമെന്ന് വെച്ച് അങ്ങനെ ബ്രെഡ് കുറച്ച് നെയ്യൊക്കെ തേച്ച് ബ്രെഡ് പൊരിച്ചെടുത്തേ. പിന്നെ ഒരു ഓംലെറ്റും കൂടെ ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിലങ്ങ് ഒതുങ്ങി. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ അരിയൊക്കെ തിളപ്പിച്ച് തെർമൽ കുക്കറിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ അവിയലായിരുന്നേ. അപ്പോൾ അവിയലിനുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് അല്പം ഉപ്പും തക്കാളിയൊക്കെ ചേർത്ത് അങ്ങ് അടുപ്പത്ത് വെച്ച് കൊടുത്തേ. ഞാൻ അവിയലിന് പുളിയോ തൈരോ ഒന്നും ചേർക്കാറില്ല, തക്കാളി മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ. അങ്ങനെ അരപ്പൊക്കെ ശരിയാക്കി അതൊക്കെ ചേർത്ത് അങ്ങ് അടുപ്പത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ അവിയലൊരു പകുതി കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വെന്ത് വരുമ്പോഴാണ് ഞാൻ മുരിങ്ങയ്ക്കായ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതും ഒന്ന് വേവാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. അങ്ങനെ അതൊക്കെ വെന്ത് അവിയലൊക്കെ റെഡിയായി വന്നപ്പോൾ ലാസ്റ്റിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് അവിയൽ അങ്ങ് മാറ്റി വെച്ചു. കറിവേപ്പില ഇല്ല കേട്ടോ, കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് എന്ത് കറി വെച്ചാലും അതിന് ഭംഗി വരുന്നില്ല കേട്ടോ. ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ എത്ര കറിവേപ്പില കൊണ്ട് നട്ടാലും അത് പൊടിച്ച് അങ്ങ് വരുന്നേ ഇല്ല, അങ്ങ് കേടായി പോകുന്നേ. പിന്നെ ഇനി അടുത്ത മുട്ട പുഴുങ്ങാനാണ്. ഞാൻ മുട്ട പുഴുങ്ങുന്നതൊക്കെ വെള്ളം തിളച്ചിട്ട് സ്പൂണിനകത്ത് മുട്ട വെച്ച് പതുക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മുട്ടയിൽ പൊട്ടലുണ്ടെങ്കിൽ നമ്മളറിയില്ല, വെള്ളത്തിലിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് അതിൻ്റെ വെള്ളം എല്ലാം കൂടെ മുട്ടയുടെ പുറത്ത് വന്നിരിക്കും. അപ്പോൾ ആ ഒരു വൃത്തികേട് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെയാണ് മുട്ട പുഴുങ്ങാടുന്നത്. ഇത് നമ്മൾ പതുക്കെ അങ്ങോട്ട് താഴ്ത്തി വയ്ക്കുമ്പോൾ തന്നെ പൊട്ടലുണ്ടെങ്കിലും അതങ്ങ് പെട്ടെന്ന് വെന്തോളും, പുറത്തേക്ക് വരില്ല കേട്ടോ. അപ്പോൾ ഇനി മുട്ടയ്ക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറെടുത്ത് ഒരു സവാളയാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തത്. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാവേ. ഇനി ഒരു പാത്രം വെച്ച് കൊടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഈ ഒരു കറിക്ക് യൂസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയാണ് പരിപാടി കേട്ടോ. നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അടുക്കി പിടിക്കാനേ പാടില്ല. പിന്നെ പാനിലാണെങ്കിൽ അധികം പ്രശ്നം വരുന്നില്ല കേട്ടോ, ഇങ്ങനത്തെ ചീനച്ചട്ടിയൊക്കെ ആയതുകൊണ്ടാണേ. അങ്ങനെ ഇളക്കി നമ്മൾ ഹൽവ ഉണ്ടാക്കുന്ന ആ ഒരു പ്രൊസീജിയറാണ് കേട്ടോ. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അവസാനം പാത്രത്തിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു സമയമാകുമ്പോഴാണ് നമ്മൾ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ സ്പൂണിട്ട് ഒന്നിങ്ങനെ മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി കൊടുക്കുമ്പോൾ തന്നെ ഈ അരപ്പെല്ലാം മുട്ടയിലങ്ങ് പിടിക്കും കേട്ടോ. ഇതിൻ്റെ ഗ്രേവിയും കൂട്ടി ചോറിന് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും എല്ലാം റെഡി.